വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. ഓ ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്. ദൈവവചനത്തിൽ പറയുകയാണ്, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഞാനായിരിക്കുന്ന മരണപ്പെട്ട അവസ്ഥയിൽ നിന്നും ആ ശക്തി എന്നെ ഉയർപ്പിക്കും. പലപ്പോഴും പിശാചിൻ്റെ എന്താണ്? അവൻ നമ്മളെ കുറ്റബോധത്തിൽ കൊണ്ടുപോവുകയും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന സ്ഥിതിയിലാണ് നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നത്. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആ ദുശ്ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ടാകുമോ? അവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരോടാണ് കർത്താവ് പറയുന്നത്, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ആ ശക്തിക്ക് എന്നെയും ഞാനായിരിക്കുന്ന ഏത് കുഴിയാണെങ്കിലും അവിടെ നിന്ന് എന്നെ ഉയർപ്പിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Resurrection is a foundation of the Christian life. ഉയർപ്പെന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. So most of the people are thinking Christian's life is foundation is cross is the foundation of the Christian life. കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് ക്രൂശ് മരണമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന്. Cross is an important thing in a Christian life. ക്രൂശീകരണം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Resurrection is a foundation in the Christian life. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. Hallelujah. Is it written in the Bible? അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? Let's turn to 1 Corinthians chapter 15 verse 14. 1 കൊരിന്ത്യർ 15:14 നമുക്ക് പോകാം. And if Christ has not been raised, then our preaching is vain. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ. Our or your faith is also vain. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. So that means our preaching and our Christian life based on the faith and the faith on the resurrection. നമ്മുടെ ക്രിസ്തീയ ജീവിതവും അതിന്റെ പഠിപ്പീരും ഉയർപ്പിന്റെ ശക്തിയിൽ അടിസ്ഥാനപ്പെട്ടാണ് അതായിരിക്കുന്നത്. But most of the Christians don't know about the resurrection. പക്ഷേ കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് ഉയർപ്പിന്റെ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയത്തില്ല. Most of the Christians know much about the cross but not much about the resurrection. കൂടുതൽ ക്രിസ്ത്യാനികൾക്കും ക്രൂശ് മരണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാം, പക്ഷേ ഉയർപ്പിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. Hallelujah. Hallelujah. Because there is no picture more, there is no more
we can't see more picture about the resurrection, but we can see more picture about the crucifixion. കാരണം ക്രൂശ് മരണത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ കാണാനായി സാധിക്കും, പക്ഷെ ഉയർപ്പിനെ കുറിച്ച് കൂടുതൽ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പതിവില്ല. If Jesus is not risen, our preaching is vain. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമത്രേ. How much you know the truth of resurrection, that much you will live victoriously, also live without sinful. ഉയർപ്പിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം പൂർണ്ണമായി അറിയുന്നോ അത്രത്തോളം നിങ്ങൾ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനിടയാകും. Do you want to live a victorious life in the sinful world? ഈ പാപകരമായ ലോകത്തിൽ നിങ്ങൾക്ക് വിജയകരമായ ഒരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? You have to know how the resurrection power works in you. അത് അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം ഉയർപ്പിന്റെ ശക്തി എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. Most of the Christians know the power of the blood of Jesus. കൂടുതൽ ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ രക്തത്തിന്റെ ശക്തിയെ കുറിച്ച് വ്യക്തമായി അറിയാം. When we pray, we know the blood wash our sins. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം നമ്മുടെ പാപങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുമെന്ന്. And most of the world know Jesus was here to wash our sins. ലോകത്തിനും നന്നായി അറിയാം യേശു ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ വേണ്ടിയിട്ടാണെന്ന്. So that's why most of the Christians stop their Christian life there and based on the Christian life on the cross. അതുകൊണ്ടാണ് കൂടുതൽ ക്രിസ്ത്യാനികളും ക്രൂശിൽ വെച്ചിട്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം നിർത്തുവാനിടയാകുന്നത്. Are you following me? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? Can you say hallelujah? Hallelujah. ക്രിസ്തീയ വിശ്വാസികളിൽ കൂടുതൽ പേരും ക്രൂശിനെ അറിയുന്നവരാണ്, പക്ഷെ ഉയർപ്പിനെ അറിയുന്നവരല്ല. ക്രൂശിന് പ്രാധാന്യമുണ്ടോ? 100% ഉണ്ട്. എന്നാൽ ക്രൂശിനേക്കാൾ പ്രാധാന്യം ഏതിനാണ്? ഉയർപ്പിനാണ്. അങ്ങനെയല്ല നമ്മുടെ തലയിലുള്ളത്. നമുക്ക് ഉയർപ്പിനേക്കാൾ പ്രാധാന്യം ഏതിനാണ്? ക്രൂശിനാണ്. വേദവചനം പറയുക, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രസംഗം പോലും വെറുതെ ആയിപ്പോയനെ, നിങ്ങളുടെ വിശ്വാസം പോലും വെറുതെ ആയിപ്പോയനെ. അപ്പോൾ ഉയർപ്പിനാണോ പ്രാധാന്യം? ക്രൂശിനാണോ പ്രാധാന്യം? ക്രൂശിന് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ ക്രൂശിനേക്കാൾ പ്രാധാന്യം ഉയർപ്പിനുണ്ട്. ക്രിസ്ത്യൻ ലൈഫ് ബേസ്ഡ് ഓൺ റിസറക്ഷൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഉയർപ്പിന്റെ ജീവിതത്തോട് ബന്ധിക്കപ്പെട്ടാണ്. മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ് നോ ജീസസ് വാഷ് അവർ സിൻ. കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് അറിയാം യേശു നമ്മുടെ പാപത്തെ കഴുകുവാനിടയായി. ബട്ട് സ്റ്റിൽ വി ആർ ദ സിൻഫുൾ nature, we are in the sin conscious. എന്നാലും നമ്മൾ ഇപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ചിന്തകളിലും പാപത്തെക്കുറിച്ചുള്ള സ്വഭാവത്തിലുമാണ് പലപ്പോഴും നമ്മൾ ആയിരിക്കാനിടയാകുന്നത്. Can I give you share a truth to you? ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. Most of our hindrance in our prayer life is sin. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധമാണ്. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ ഏറ്റവും വലിയ തടസ്സം. While we are praying, do you know what is the reason we are crying? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ കരയുന്നതിന്റെ കാരണം എന്താണ്? Is the guilt conscious or sin conscious? അത് ഒരു കുറ്റബോധത്തിന്റെ ഇതുകൊണ്ടാണോ അത് പാപത്തെ കുറിച്ചുള്ള ബോധം കൊണ്ടാണോ? നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നതിന്റെ കാരണം ഒന്നെങ്കിൽ നമ്മുടെ കുറ്റബോധമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പാപബോധമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? Can I declare a statement? Can I say a statement? ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. Most of the pastors and believers are thinking we has to cry out every day to live and without sinful life. കൂടുതൽ പാസ്റ്റർമാരും ആൾക്കാരും പ്രസംഗിക്കാൻ ഇടയാകുന്നത് നമ്മൾ എല്ലാ ദിവസവും പാപത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കരയണം, പ്രാർത്ഥിക്കണം എന്നാണ്. പാപത്തെക്കുറിച്ചൊരു ബോധമില്ല, ജീവിക്കാൻ പറ്റില്ല. We have to cry every day to save our life from sin, then only God can save us. നമുക്ക് എല്ലാ ദിവസവും പാപത്തിന്റെ കാര്യത്തെ ഓർത്ത് കരയേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പലരും പഠിപ്പിക്കുന്നത്. Some of the people are thinking in this world we gone away from the sin. ഈ ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ ലോകത്തിൽ പാപമുള്ളത് കൊണ്ട് അതിൽ നിന്ന് മാറി ജീവിക്കാനായി നമുക്ക് സാധിക്കത്തില്ല. Some of the people are thinking we have to cry every day to
for help to overcome the sin. ചിലർ വിശ്വസിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും കരയണം ആ പാപപരമായ ജീവിതത്തിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ട്. Is it true or not? അത് ശരിയാണോ തെറ്റാണോ? Can I come out totally from the sinful character, sinful nature? പാപകരമായ സ്വഭാവത്തിൽ നിന്നും പ്രകൃതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് എനിക്ക് പുറത്തു വരാനായി സാധിക്കുമോ? You know, years back, I also cry out for my I cry out for help from God, especially some habits, taking out from habits. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതേപോലെ കരയുവാനിടയായി. എൻ്റെ ചില സ്വഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് കരയുമായിരുന്നു. You know, we don't know how to come out of our habits. എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക എന്ന്. You know, daily prayer, in my daily prayer, I submit my habit to Jesus' hands. ഞാൻ എൻ്റെ ദൈനംദിന പ്രാർത്ഥനയിൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്വഭാവത്തെ ദൈവത്തിൻ്റെ കരയിൽ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. Lord, I have a short-tempered character. I submit to the character to you, Lord. Help me. I cry out. ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു വളരെ പെട്ടെന്ന് ചൂടാകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവമേ, നിന്റെ കരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു, എന്നെ സഹായിക്കണമെന്ന് ഞാൻ കരയുമായിരുന്നു. Years I prayed. വർഷങ്ങൾ ഞാൻ അത് പ്രാർത്ഥിച്ചു. There was no change. പക്ഷേ യാതൊരു മാറ്റവും എനിക്കുണ്ടായില്ല. One day I asked the Lord, why I am submitting my life every day, but you are not receiving and we are not giving an answer to me. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു മറുപടിയും ഉത്തരവും അതിൽ കിട്ടുന്നില്ല. God spoke to me, once you know the truth set you free and make you free. ആ ദിവസം ദൈവം എന്നോട് സംസാരിക്കാനിടയായി, നീ സത്യം തിരിച്ചറിഞ്ഞാൽ സത്യം നിന്നെ സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യാനിടയായി. Say to your neighbor, how can you live victoriously in this world? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ, ഈ ലോകത്ത് നിനക്ക് എങ്ങനെ വിജയകരമായ ഒരു ജീവിതം ജീവിക്കാനായി സാധിക്കും? How can you live? How can you take victory over your sinful nature? നിന്റെ പാപകരമായ സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ നിനക്കൊരു വിജയം നേടിയെടുക്കാനായി സാധിക്കും? How can we declare, I have no sins, I am live victoriously over the sin? ഞാൻ എങ്ങനെ നമുക്ക് പറയാനായി സാധിക്കും, എനിക്ക് പാപമില്ല, പാപകരമായ ജീവിതത്തിൽ ഞാൻ ജയത്തോടെയാണ് ജീവിക്കുന്നത് എങ്ങനെ പറയാനായി സാധിക്കും? പാപം കൂടാതെ ജീവിക്കാമെന്നും പാപ ചിന്ത കൂടാതെ ജീവിക്കാമെന്നും പാപ സ്വഭാവം കൂടാതെ ജീവിക്കാമെന്നും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? അത് സാധ്യമാണോ? നടക്കുവോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ, എങ്ങനെ പാപം കൂടാതെ ജീവിക്കാൻ പറ്റും? നടക്കുവോ? ഞാൻ നിന്നോട് ചോദ്യം ചോദിച്ചോട്ടെ, യേശുവിനെ വിശ്വസിച്ചിട്ട് ഒത്തിരി നാളായില്ലേ? ഇതിനോട് ശരിയായോ? ഇനിയും കുറച്ച് കാര്യം കൂടെ ശരിയാവാനില്ലേ? ഒരെണ്ണം മിണ്ടല്ലേ കേട്ടോ. അങ്ങനെ എല്ലാ കാര്യവും ശരിയാവൂ? കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയില്ലേ എല്ലാ കാര്യവും നടക്കത്തില്ലെന്ന് തോന്നിയില്ലേ? എൻ്റെ ദൈവമേ, നിങ്ങളെ കണ്ണുരുട്ടി ഇരിക്കുന്ന കണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബ്രദർ പറയാൻ പറ്റുന്ന കൂടെ പറ. ഇറ്റ്സ് ഡിഫറെൻറ്റ്. എൻ്റെ ഉള്ളിൽ 100 ചോദ്യങ്ങളുടെ നടുവിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പഠിച്ചത്. എന്നെ ക്രിസ്തീയ വിശ്വാസികൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടും ഞാൻ രക്ഷപ്പെട്ടില്ലെന്ന് എൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ടായപ്പോൾ ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതാണ് എനിക്ക് ഇന്ന് ഉള്ള സക്സസ്ഫുള്ളായ രഹസ്യത്തിൻ്റെ കാരണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് സക്സസ്ഫുള്ളായ ഒരു ജീവിതമുണ്ട്, പാപം കൂടാതെ ജീവിക്കാൻ പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഏറ്റവും അടിസ്ഥാനപരമായ 2 കാര്യങ്ങൾ പറയാം. ഒരു വാക്യം വായിക്കാം, റോമർക്കെഴുതിയ ലേഖനം 3:25 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുക, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്നെ മോളൊന്ന് വരാമോ? മോളെ ഇവിടെ നിൽക്കാവോ? ഒന്ന് ശ്രദ്ധിച്ച്, ഇത് യേശു ക്രിസ്തുവാണ് വിചാരിക്കുക. ഇതാരാണ്? യേശുവിനെ ദൈവം പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന അറ്റോൺമെന്റ് എന്നാണ്, പ്രായശ്ചിത്തമാകുവാൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചാൽ ആ ആൾക്ക് അതുവരെ ചെയ്തു പോയ സകല പാപങ്ങൾക്കും മോചനം ലഭിക്കും. ഒന്നും കൂടെ ചുണയെടുന്ന് കൈയടിച്ചേ. ആരെങ്കിലും യേശുവിനെ വിശ്വസിച്ചാൽ എന്നാ കിട്ടും?
അതുവരെ ചെയ്തിട്ടുള്ള സകല പാപങ്ങൾക്കും അയാൾക്ക് എന്ത് കിട്ടും? മോചനം കിട്ടും. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ ആർക്കും മോചനം കിട്ടിയിട്ടില്ല. അവിടെ എല്ലാവർക്കും ഉണ്ടായത് നമ്മൾ സോളി ആ ഷോളങ്ങ് തന്നെ പാപങ്ങൾ മറയ്ക്കുകയാണ് ദൈവം ചെയ്തത്. ഇയാളുടെ ഉള്ളിലെ പാപ സ്വഭാവത്തിനോ പാപ ജീവിതത്തിനോ മാറ്റം ഉണ്ടായില്ല. അതത് വർഷം ദൈവം അവരുടെ പാപത്തെ കഴുകിയെങ്കിലും പാപമോചനം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. നിങ്ങൾ എന്താ കൈയടിക്കാത്ത, രാമയും പറയാത്ത? അവരുടെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. അപ്പൊ പഴയ നിയമത്തിൽ എന്ത് ചെയ്തില്ല? പാപം മോചിക്കപ്പെട്ടില്ല. മോചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഇയാളുടെ ലൈഫിൽ ഇന്നലെ വരെ ചെയ്തിരിക്കുന്ന ഒരു പാപവും ദൈവം പാപമായി പിന്നീട് പാപമായി കാണുന്നില്ല. ആ പാപങ്ങളെല്ലാം കഴുകപ്പെട്ടു, പരിപൂർണമായി നീക്കപ്പെട്ടു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം യേശു നീക്കി എന്ന് വിശ്വസിക്കുന്നവരുന്ന കരങ്ങൾ ഉയർത്തി കാണിച്ച്. ഇപ്പം എല്ലാവരും കൈ പൊക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിനകത്ത് ഉറപ്പൊന്നുമില്ല, നല്ല ഉറപ്പൊന്നുമില്ല. എല്ലാ പാപവും ദൈവം ക്ഷമിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ഷമിച്ചു എന്ന് പറയും. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുകയല്ല ചെയ്തത്, മറക്കുകയല്ല ചെയ്തത്, പൊറുക്കുകയല്ല ചെയ്തത്, ദൈവം മോചിക്കുകയാണ് ചെയ്തത്. എൻ്റെ കൂടെ ഒരു നിമിഷം എഴുന്നേറ്റ് വന്നിട്ടൊന്ന് പറയാവോ? ദൈവം എൻ്റെ പാപം പൊറുക്കുകയല്ല, ക്ഷമിക്കുകയല്ല, മറക്കുകയല്ല, എന്നേക്കുമായി മായ്ക്കുകയാണ് ചെയ്തത്. ഒന്നും കൂടെ കൈ അടിച്ചോട് പറ, എൻ്റെ പാപം മറക്കുകയല്ല, പൊറുക്കുകയല്ല, ക്ഷമിക്കുകയല്ല, എന്നാ ചെയ്തത്? എന്നേക്കുമായി മായ്ച്ചു കളയാ എന്ന് പറഞ്ഞാൽ ഇവൾ ചെയ്ത എല്ലാ പാപങ്ങളും ദൈവം വാഷ് ചെയ്തു. ഇവളിൽ ഇനി പാപമില്ല. കൈകളടിക്കാൻ ഒരു നല്ല ആമേൻ പറയാം. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയല്ല, മറയ്ക്കുകയല്ല, പൊറുക്കുകയല്ല, ക്ഷമിക്കുകയല്ല, എന്നേക്കുമായി കഴുകി അതിനെ പരിപൂർണമായി മാറ്റുകയാണ് ചെയ്തത്. ഇനി നിങ്ങളിൽ പാപമില്ല. ഈ പാപമില്ല എന്ന് പറയുന്ന, ഞാൻ ഉയർപ്പിലേക്ക് എത്തുന്നില്ല, ക്രൂശീകരണത്തിൻ്റെ അടുത്തേക്ക് വരുന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇയാൾ കമ്മിറ്റ് ചെയ്ത സകലതും യേശുവിൽ വിശ്വസിച്ച നിമിഷം അവൻ്റെ രക്തം ഇവളുടെ സകല പാപവും കഴുകി. ഇവൾ വിശുദ്ധീകരിക്കപ്പെട്ടു. വിശുദ്ധീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കർത്താവ് ഒരു കാര്യം കൂടെ ചെയ്തു. നിങ്ങൾ റെസ്ലിംഗ് കണ്ടിട്ടുണ്ടോ? ഗുസ്തി മത്സരം കണ്ടിട്ടുണ്ടോ? ഗുസ്തി മത്സരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഗുസ്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഗുസ്തി നടന്നു കഴിഞ്ഞിട്ട് ആ വിജയിക്കുന്നയാളുടെ അടുക്കൽ വന്ന് റഫറി കൈ പൊക്കിയിട്ട് പറയും, ഇയാൾ ജയിച്ചു കഴിഞ്ഞു എന്നതുപോലെ പാപം കഴുകിയതിനു ശേഷം കർത്താവ് പറഞ്ഞു, ഇയാൾ ഇന്നു മുതൽ നീതിമാനാണ്. അത് നമ്മുടെ തലയ്ക്ക് കയറുന്ന സാധനമല്ല. നമ്മുടെ തലയ്ക്ക് തോന്നുന്ന ഈ സെക്കൻഡ് വരെ എല്ലാ കുരുത്തക്കേടും ചെയ്തിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം എന്നിട്ട് പറയാം നീ നീതിമാനാന്ന് പറഞ്ഞ അതെങ്ങനെയാ? അപ്പൊ ഇന്നലെ വരെ ചെയ്തതല്ല, അയ്യോ അതങ്ങനെ അങ്ങ് മാറുമോ, അതങ്ങനെ അങ്ങ് പോവോ, അതൊക്കെ നടക്കുവോ എന്ന ചിന്തയാണ് നമ്മുടെ അകത്തുള്ളത്. പക്ഷെ ദൈവത്തിന് പറയുന്നത്, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നത് ആർ? ഒന്ന് കൈയടിക്കാം, ഒരു ആമേൻ പറയാം, ശബ്ദമുയർത്താം, ഒരു ഹല്ലേലൂയ പറയാം. ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ കഴുകുന്നു. ആ കഴുകിയിട്ട് ദൈവം അടുത്ത പരിപാടി എന്നാ ചെയ്തത്? അയാളെ നീതിമാനാണെന്ന് പ്രഖ്യാപിച്ചു. പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നതാണ്. ആ വെളിപ്പാട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, ഇതിൽ നിന്നും എനിക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാൻ കഴിയുമെന്ന്, പാപരഹിതമായ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന്, അസാധ്യമെന്ന് തോന്നുന്ന പലതും എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന്. അവൻ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുകയല്ല ചെയ്തത്, അതെന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ച് കഴുകിക്കളയുകയാണ് ചെയ്തത്. ഞാൻ പാപിയല്ല, തെറ്റിലല്ല ജീവിക്കുന്നത്, തിന്മയിലല്ല, ഞാൻ പാപത്തിൻ്റെ സന്തതിയല്ല, പകരം ഞാൻ കർത്താവിൻ്റെ മകനും മകളുമാണ്. നിങ്ങളെ അവൻ അങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം, അവൻ്റെ സ്നേഹത്തിനായി നന്ദി പറയാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
സിസ്റ്റർ, ഈ സിസ്റ്ററിൻ്റെ പേര് അമ്പിളി എന്നാണ്. വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ സിസ്റ്റർ 11 വർഷമായിട്ട് നമ്മുടെ ചർച്ചിൽ കടന്നു വരുന്നു. സിസ്റ്റർ ഒരു തയ്യൽക്കടയാണ് നടത്തുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച തയ്യൽക്കടയിൽ ഒരു തീപിടുത്തമുണ്ടായി. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ തയ്യൽക്കടയെക്കുറിച്ച് സിസ്റ്ററിന് നെഗറ്റീവായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ അതെല്ലാം പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ കടയിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്കും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക പതിവായിരുന്നു. അപ്പോൾ അങ്ങനെ സിസ്റ്റർ ഇത് പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച സിസ്റ്റർ ചായ തിളപ്പിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഇൻഡക്ഷനിൽ വെച്ചു. ആ സമയത്ത് കസ്റ്റമർ വന്നു. സിസ്റ്റർ അത് മറന്നുപോയി. പിന്നീട് നോക്കുമ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ഒരു തീപിടുത്തമാണ് കണ്ടത്. എല്ലാവരും ഭയന്ന് നിന്നപ്പോൾ സിസ്റ്റർ ധൈര്യപൂർവ്വം നിന്നു. കട്ട് പീസിനാണ് ആദ്യം തീ പിടിച്ചത്. അപ്പോൾ സിസ്റ്റർ ധൈര്യപൂർവ്വം അതെടുത്ത് കളഞ്ഞു. പ്ലഗുകളെല്ലാം അൺപ്ലഗ് ചെയ്തു. വേറെ സിസ്റ്ററിൻ്റെ കടയിൽ ഒരുപാട് സ്റ്റോക്കുള്ള തുണികളുണ്ടായിരുന്നു. പക്ഷേ ഒരു തുണിക്കും ഒരു കേടുപോലും സംഭവിച്ചില്ല. തീ അണയ്ക്കാൻ സാധിച്ചു. എല്ലാവരും അത്ഭുതകരമായി നോക്കി നിൽക്കുന്ന വിധത്തിൽ സിസ്റ്ററിന് അത് സാധിച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ ഒരു തയ്യൽക്കടയാണ് നടത്തുന്നത്. പലപ്പോഴും വന്നിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. എന്നാൽ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ഒത്തിരി വലിയ തീപിടുത്തമായിരുന്നോ? തീ പിടിച്ചിരുന്നെങ്കിൽ ആ ബിൽഡിംഗ് മൊത്തം നശിച്ചു പോയിരുന്നു. തീ പിടിക്കുമ്പോൾ തന്നെ കണ്ടു. ഒരു കൊച്ചാണ് കണ്ടത്. അപ്പോൾ പറഞ്ഞ് തീ എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ആരും അതല്ല ശ്രദ്ധിച്ചത്, പുറത്തോട്ടാണ് നോക്കിയത്. പക്ഷേ എൻ്റെ കടയിലാണെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോഴും ഞാൻ ഇതെങ്ങനെ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്താണ് ധൈര്യം വന്നെന്ന് അറിഞ്ഞൂടാ. ഇരുന്ന തുണിയോടെ ഞാൻ ചുരുട്ടി ഇഞ്ഞെടുത്തു. പക്ഷേ തൊട്ട് മുകളിൽ സ്റ്റോക്ക് ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന തുണി തൊട്ട് മുകളിലുണ്ടായിരുന്നു. അതിലൊന്നും തൊടാതെ ദൈവം കാത്തു. ഒരു വലിയ നഷ്ടങ്ങളൊന്നും വരാതെ കർത്താവ് കുടുംബത്തെ കരുതിയതോർത്ത് നന്ദി പറയുന്നു. സിസ്റ്ററിന്റെ അനുഭവത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. സിസ്റ്ററെ, ബ്രദർ ദൂത് പറയുമ്പോൾ തന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് വിദ്യ. വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2 ആഴ്ച മുമ്പ് സിസ്റ്ററിൻ്റെ ചെവിയിൽ വലിയ വേദന ഉണ്ടാകുമ്പോൾ സിസ്റ്റർ പറയുന്ന അസഹനീയമായ വേദനയാണ്. അപ്പോൾ ചെവി പൊത്തിപ്പിടിച്ചാൽ പോലും സഹിക്കാൻ കഴിയത്തില്ല. കൂടാതെ ചെവി ചൊറിച്ചിലും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബ്രദർ ഇങ്ങനെ ദൂത് പറഞ്ഞു, ചുവന്ന ഡ്രസ്സ് ധരിച്ച ഒരാൾക്ക്, ചെവിക്ക് പ്രശ്നമുള്ള ഒരാളെ കർത്താവ് എന്നെ കാണിക്കുന്നു. അയാളെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ചെവിക്ക് വേദനയുള്ള ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ നമ്മുടെ ഹാളിൻ്റെ മുകളിലാണ് ഇരുന്നത്. അപ്പോൾ സിസ്റ്റർ നോക്കുമ്പോൾ മറ്റൊരു സിസ്റ്റർ നടന്നു വരുന്നത് കൊണ്ട് സിസ്റ്റർ താഴേക്ക് ഇറങ്ങി വന്നില്ല. കൂടാതെ മുകളിൽ നിന്ന് സിസ്റ്ററിന് വേഗത്തിൽ ഇറങ്ങി വരാനും കഴിഞ്ഞില്ല. എന്നാൽ സിസ്റ്റർ കർത്താവ് തന്നോട് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കി ബ്രദർ ദൂത് പറഞ്ഞപ്പോൾ ചെവിയിൽ കൈവച്ച് ബ്രദറിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2 ആഴ്ചയായി തന്നെ അസഹ്യപ്പെടുത്തിയിരുന്ന വേദനയും ചൊറിച്ചിലും പരിപൂർണമായി തന്നെ വിട്ടുമാറി എന്നാണ്. എത്രത്തോളം കടുപ്പായിരുന്നു എന്നൊന്ന് പറയാം. എത്ര ദിവസം ഉണ്ടായിരുന്നു പ്രയാസം? 2 ആഴ്ചത്തോളം ഉണ്ട്. എന്തുവായിരുന്നു പ്രശ്നം? എന്തുവായിരുന്നു? വെറുതെ ഇരുന്ന സമയത്ത് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ചൊറിച്ചിലും ഭയങ്കര വേദനയും വരും. അപ്പോൾ ഇങ്ങനെ പൊത്തി പിടിക്കുമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങ് മാറും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ സൺഡേ ഉണ്ടായതാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ആൻറ്റി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അയ്യോ ഞാനായിരിക്കത്തില്ലേ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാലും പ്രശ്നമില്ല, ഈ പ്രശ്നത്തിനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയാം. ഒരാൾ മുൻപോട്ട് വന്നപ്പോൾ വിചാരിച്ചു ഇനിയും എന്നെ ആയിരിക്കത്തില്ല എന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു ദൂതൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് ആ ഹോളിലായിരിക്കുന്ന സകലരെയും സൗഖ്യമാക്കാനാണ്. നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾ പിടിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ് അനുഗ്രഹിക്കും.
ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ എത്ര വർണ്ണിച്ചാൽ മതിയാവും, എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. നമ്മൾ ആയിരിക്കുന്നത് തന്നെ അവൻ്റെ അത്ഭുതങ്ങളിലാണ് ആയിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് ആ ദൈവിക അനുഭവങ്ങളിലാണ്. അവൻ്റെ കരുതലിലാണ്. കർത്താവ് ഇന്ന് ചെയ്തു എന്ന് പറയുന്ന ഓരോ വലിയ കാര്യങ്ങളും ദൈവമക്കളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഓരോ ദിവസവും അനുഭവിക്കുവാൻ കഴിയട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, നിൻ്റെ പ്രവൃത്തി അപ്പാ, നിൻ്റെ സ്നേഹം ഇവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ അപ്പാ, ഇവരോരോരുത്തരും അനുഭവിക്കട്ടെ അപ്പാ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ലൈഫിലുണ്ടായ പല പല ഇൻസിഡൻറ്റ് കാരണം ആ വ്യക്തി ദൈവമുണ്ടോ എന്നാൽ ദൈവത്തോട് ചേരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ഓപ്പണല്ല. ദൈവത്തെ അനുഭവിക്കാനായി കഴിയുന്നില്ല, ചേരുവാനായി കഴിയുന്നില്ല. തൻ്റെ ലൈഫിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ തൻ്റെ മനസ്സിനെ കഠിനമാക്കിയിരിക്കുന്നു. കർത്താവെ, ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം ആ വ്യക്തി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരട്ടെ അപ്പാ. ആ ഹൃദയത്തിന് മാറ്റമുണ്ടാകട്ടെ അപ്പാ. തൻ്റെ ജീവിതം, തൻ്റെ ഹൃദയം, തൻ്റെ ശരീരം കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. ചില സീസണുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇലകളുടെ നിറം മാറുന്നത്. അതേപോലെ ചില വ്യക്തികളുടെ ലൈഫിൽ അവർ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും പൂക്കൾ വിരിയുന്നത് പോലെ, അല്ലെങ്കിൽ ഇലകൾക്ക് പോലും നിറമുണ്ടാകുന്ന അനുഭവത്തിലേക്ക് തൻ്റെ ലൈഫിലായിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം ചില ശ്രേഷ്ഠതകൾ ചെയ്യുന്നത് കാണാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ. ഒരു വ്യക്തിയോട് പറയുകയാണ്, പ്രശ്നത്തെ കണ്ട് ഭയപ്പെടേണ്ട, പ്രശ്നത്തെ കണ്ട് ഭയപ്പെടേണ്ട. എനിക്ക് കർത്താവ് കാണിച്ചു തന്ന കാഴ്ച, ഒരു വ്യക്തി ഒരു കുട പിടിച്ച് നിൽക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ആ വ്യക്തി നനയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുട പിടിച്ചിരിക്കുന്ന കാരണം കുടയിലൂടെ ഒഴുകുന്ന വെള്ളം തനിക്ക് ചുറ്റും വീഴുന്നുണ്ട് എന്നല്ലാതെ തന്നെ അത് നനയ്ക്കുന്നില്ല. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ തെറിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് പറയാം, ആ പ്രശ്നം നിന്നെ തൊടത്തില്ല, കാരണം നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ഒരു കുട പോലെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിപ്പോൾ അടുത്ത് വരും, എന്നെ തൊടും, അതിനെ ഇല്ലാതാക്കുമെന്ന് നീ ഭയപ്പെടേണ്ട. നീ ഒരു ദൈവപൈതലാണ്. അവൻ നിന്നെ സൂക്ഷിക്കുന്ന വിധം എത്ര ശ്രേഷ്ഠമായത്. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്ക് നന്ദിയപ്പാ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ. ഈ കാണുന്ന കുടുംബങ്ങളിൽ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഇവരോരോരുത്തരും ക്രിസ്തുവിൽ ബലപ്പെടട്ടെ അപ്പാ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയിൽ ബലപ്പെടട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവേ, ദൈവിക സന്തോഷവും അത്ഭുതങ്ങളും ഒക്കെ കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അവൻ്റെ മഹത്വത്തിലും അവൻ്റെ നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.